കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഉന്നത കാർഷിക പഠനത്തിനും ഗവേഷണത്തിനുമായി ആദ്യമായി രൂപം കൊണ്ട സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക കോളേജ്. 1955 തിരുവിതാംകൂർ വാഴ്സിറ്റിയുടെയും കാർഷിക വിഭാഗത്തിന്റെയും ഭാഗമായി വെള്ളായണി കാർഷിക കോളേജും ഗവേഷണ നിലയവും സ്ഥാപിതമായി. 2015 പൂർത്തിയാകുന്നതോടുകൂടി ഈ കാർഷിക കലാക്ഷേത്രം ഷഷ്ടിപൂർത്തി നിറവിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന തിരുവിതാംകൂർ അമ്മ മഹാറാണിയുടെ വേനൽക്കാല വസതിയിലാണ് ഈ കോളേജിന്റെ ഭരണസിരാ കേന്ദ്രമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും അക്കാഡമിക് ബ്ലോക്കും സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും 12 കിലോമീറ്റർ തെക്കുകിഴക്കുള്ള കല്ലിയൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കലാലയത്തെ വെള്ളായണിക്കായൽ തൊട്ടുരുമിക്കിടക്കുന്നു. ഈ കലാക്ഷേത്രം മുഖ്യമായി മേൽനോട്ടം വഹിക്കുന്നത് വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന വ്യാപനം എന്നീ മേഖലകളിലാണ്. 60 വർഷം പിന്നിടുന്ന ഈ കലാലയത്തിന്റെ വിവിധ മേഖലകളെയും അവ നൽകുന്ന സേവനങ്ങളെയും കുറിച്ചൊരവതരണം. 1955 സ്ഥാപിതമായ വെള്ളായണി കാർഷിക കോളേജ് അതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന അവസരമാണ്. കാർഷിക മേഖലയിലെ പഠനത്തിന് വേണ്ടി രാജ ഭരണകാലത്ത് ലഭിച്ച ഈ സ്ഥാപനം കാർഷിക സർവകലാശാലയുടെ മികവുറ്റ ഒരു പഠന ഗവേഷണ സ്ഥാപനമാണ്. ഏതാണ്ട് 125-ലധികം ഗവേഷണ പദ്ധതികൾ ഈ കോളേജിലെ അധ്യാപകർ തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ എല്ലാം സാങ്കേതിക വിദ്യ കർഷകർക്ക് സംവേദനം ചെയ്യാൻ വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ഏറെ സാങ്കേതിക വിദ്യകൾ, ഹൈടെക് അഗ്രികൾച്ചറിന്റെ സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് കൈമാറാനായിട്ട് ഉള്ള സാഹചര്യം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എയ്ഡഡ് പ്രോഗ്രാംസ് വഴി നടത്തിയ അതിന്റെ ഫണ്ടിങ്ങിലൂടെ നടത്തിയ ഗവേഷണ പദ്ധതികളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒത്തിരി ലബോറട്ടറികൾ, മികവുറ്റ ലബോറട്ടറികൾ അതൊക്കെ തയ്യാറാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതിനെല്ലാം RKBY, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ, പിന്നെ നമ്മുടെ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ, DBT, പ്ലാനിംഗ് ബോർഡ്, കേരള ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഇതെല്ലാം നമുക്ക് വളരെ അനുഗ്രഹപ്രദമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ സഹായിച്ച പദ്ധതികളാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു വലിയ ഉന്നത നിലവാരത്തിലുള്ള ലബോറട്ടറികൾ, അക്രഡിറ്റേഷൻ ലാബ്, അക്രഡിറ്റേഷൻ വരെയുള്ള പെസ്റ്റിസൈഡ് ലബോറട്ടറി, അതുപോലെ തന്നെ ഹണി ബീക്ക് ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ഗുണനിലവാര നിർണയ ലബോറട്ടറി, അതിപ്പം RKBയുടെ സപ്പോർട്ടോടെ നമുക്ക് ആരംഭിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സ്ഥാപനത്തിലൂടെ കർഷകർക്ക് ഗുണകരമായ ഗവേഷണങ്ങളും ആ ഗവേഷണങ്ങൾ കർഷകരിൽ സംവേദനം ചെയ്യാനുള്ള സാഹചര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. കോട്ടയം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക കർഷകരും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്കും നടീൽ വസ്തുക്കൾക്കുമായി ആശ്രയിക്കുന്നത് കോളേജിന്റെ പ്രവേശന കവാടത്തിനടുത്ത് പ്രവർത്തിക്കുന്ന ഈ വിപണന കേന്ദ്രത്തെയാണ്. ഇവിടെ വിവിധയിനം പച്ചക്കറി വിത്തുകൾ, മാവ്, പ്ലാവ്, കശുമാവ്, റംബൂട്ടാൻ, അത്തി തുടങ്ങിയവയുടെ തൈകളും ജാതി, ഗ്രാമ്പു, സർവ്വസുഗന്ധി എന്നിങ്ങനെ വിവിധയിനം സുഗന്ധവ്യഞ്ജനങ്ങളും അലങ്കാര ചെടികളും
ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കാർഷിക പ്രസിദ്ധീകരണങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കശുമാങ്ങ സിറപ്പ്, അച്ചാറുകൾ, മിഠായികൾ എന്നിവയും വിപണനത്തിനായി ഒരുക്കിയിരിക്കുന്നു. ചെറുകിട വ്യാപാരികൾക്കും മറ്റ് ആവശ്യക്കാർക്കും ന്യായമായ വിലയിൽ വാഴക്കുലകൾ, പച്ചക്കറികൾ എന്നിവ ഇവിടെ നിന്നും ലഭ്യമാക്കുന്നു. കാർഷിക കോളേജിലെ വിവിധ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻസ്ട്രക്ഷണൽ ഫാം മുഖേനയാണ്. ഇതോടൊപ്പം തന്നെ ഇവിടെ വിദ്യാർത്ഥികൾക്കാവശ്യമായ പഠന സൗകര്യങ്ങൾ സജ്ജമാക്കുകയും ഗവേഷണങ്ങൾക്ക് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു. അപൂർവമായി കാണപ്പെടുന്ന പലതരം ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക ഉദ്യാനം തന്നെ ഇവിടെയുണ്ട്. മാവ്, പ്ലാവ്, പേര, സപ്പോട്ട, ചാമ്പ, മാതളം തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൈകൾ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നീ പ്രക്രിയകൾ വഴി ഇവിടെ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രോജനി ഓർച്ചാർഡും ഇൻസ്ട്രക്ഷണൽ ഫാമിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കാർഷിക കോളേജിനോട് ചേർന്ന് ഇൻസ്ട്രക്ഷണൽ ഫാമിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ ഈ കോളേജിൽ 4 വർഷം BSc അഗ്രികൾച്ചറിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതിനുശേഷം ഏതാണ്ട് 17ഓളം വിഭാഗങ്ങളിലായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് MSc ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ, അതിനുശേഷം PhD ലെവലിൽ പഠിക്കുന്ന ഏകദേശം ഒരു 100ഓളം കുട്ടികൾ. ഈ കുട്ടികൾക്കൊക്കെയും അവരുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. ഇത് നേരിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതോടുകൂടി ഞങ്ങൾ കൃഷിക്കാരെയും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൊട്ടടുത്ത കാലത്തായി ഞങ്ങൾ വിത്ത് എന്ന് പറയുന്ന സംവിധാനം മാറ്റി തൈ കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രധാനമായും ഒരു ട്രെയിനിങ് സെന്ററാണ്. അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയം കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൂടാതെ നൂതനമായ ഹൈടെക് യുഗത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഹൈടെക് സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഒന്നൊന്നായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പ്രധാനമായിട്ടും സഹായ സഹകരണം കിട്ടുന്നത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നാണ്. ഇതുകൂടാതെ എക്സ്റ്റേണൽ ഏജൻസീസ്, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒട്ടനവധി സഹായം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കൃഷിക്കാർക്കും കുട്ടികൾക്കും അതോടൊപ്പം കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മാർഗനിർദ്ദേശങ്ങളും പ്രവൃത്തി പരിചയം ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ സാധിക്കുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. കാർഷിക കോളേജിന്റെ പ്രവേശന കവാടം കഴിഞ്ഞാൽ ആദ്യം എത്തുന്നത് സാമൂഹിക ശാസ്ത്ര വിഭാഗം സ്ഥിതി ചെയ്യുന്ന സോഷ്യൽ സയൻസ് ബ്ലോക്കിലാണ്. വിദ്യാഭ്യാസം, ഗവേഷണം, പരിശീലനം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകുന്നതിന് കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗം 1972 നിലവിൽ വന്നു. അധ്യാപനം, ഗവേഷണം, വിജ്ഞാന വ്യാപനം എന്നീ മേഖലകളിൽ വിജ്ഞാന വ്യാപന വിഭാഗം പ്രവർത്തിക്കുന്നു. അധ്യാപനത്തിൻ്റെ കാര്യത്തിൽ ബിരുദ തലത്തിൽ 6 കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഗവേഷണ മേഖലകൾ ഈ വിഭാഗത്തിൽ ഊന്നൽ കൊടുക്കുന്നത് വിജ്ഞാന വ്യാപന പരിപാലനം, പരിശീലനം, കാർഷിക ആശയവിനിമയം, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, വുമൺ ഡെവലപ്മെൻറ്റ്, മീഡിയ പ്രവർത്തനങ്ങൾ, ബഹുജന മാധ്യമ പ്രവർത്തനങ്ങളിലും നമ്മൾ ഗവേഷണങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട്. വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഇവിടെ പ്രവർത്തിക്കുന്ന ട്രെയിനിങ് സർവീസ് സ്കീമിനെ കുറിച്ചാണ്. കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടെ കാർഷിക മേഖലയിൽ പരിശീലനം നൽകുന്നുണ്ട്. അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും ബാങ്ക് മാനേജർമാർ, സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകർ എന്നിവർക്കും കൃഷി അനുബന്ധ മേഖലകളിൽ പരിശീലനം നൽകുന്നു. കോളേജിൻ്റെ വിജ്ഞാന പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ പ്രവർത്തനങ്ങളും ഈ വിഭാഗത്തിലാണ് ചെയ്യുന്നത്. കോളേജിലെ സന്ദർശകരുടെ പഠന സൗകര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നതും വിജ്ഞാന വ്യാപന വിഭാഗമാണ്.
ഈ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കർഷക പക്ഷ പദ്ധതിയാണ് അഗ്രി ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫർമേഷൻ സെന്റർ. ഇവിടെ കർഷകർക്ക് പ്രശ്നങ്ങൾ നേരിട്ട് ശാസ്ത്രജ്ഞരുമായി ചർച്ച ചെയ്യുവാനും വിളകളുടെയും മണ്ണിന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിഹാരം നേടുവാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ആധുനിക വിവരസാങ്കേതിക വിദ്യയിലൂടെ കാർഷിക രംഗത്തെ പ്രയോജനകരമായ വാർത്തകൾ നൽകുവാനായി ടച്ച് സ്ക്രീൻ അധിഷ്ഠിത ഇൻഫർമേഷൻ കയോസ്കും ഈ മെസഞ്ചറും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളാലും ആശയവിനിമയ ഉപകരണങ്ങളാലും പ്രവർത്തിക്കുന്ന ഒരു മീഡിയ ലാബ്, വീഡിയോ കോൺഫറൻസ് ഹാൾ, കോളേജിലെ പ്രധാന പരിപാടികൾക്കും പരിശീലനങ്ങൾക്കും വേദിയാകുന്ന സെമിനാർ ഹാൾ, കൂടാതെ ഒരു പരീക്ഷാ ഹാളും ഈ വിഭാഗത്തിന്റെ മുതൽക്കൂട്ടാണ്. കാർഷിക മേഖലയിലെ മാറിവരുന്ന ലാഭനഷ്ട കണക്കുകളുടെ പഠനം, കാർഷിക സാമ്പത്തിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, ഗ്രാമീണ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, കാർഷിക വിപണി എന്നിവയെപ്പറ്റി ഗവേഷണം നടത്തുന്നു. കർഷകരുമായി നേരിട്ട് അധികം സമ്പർക്കമില്ലാത്തതും പ്രധാനമായി ഗവേഷണ പദ്ധതികൾക്കായുള്ള സഹായത്തിന് ഊന്നൽ നൽകുന്നതുമായ വിഭാഗമാണ് കാർഷിക സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗം. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. സോഷ്യൽ സയൻസ് ബ്ലോക്കിന്റെ താഴത്തെ നിലയിലായി ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. കാർഷിക സർവകലാശാല സ്ഥാപിതമായതു മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച ഒരു വിഭാഗമാണ് അഗ്രോണമി. ഈ വിഭാഗത്തിന് കീഴിലായി വിവിധ വിളകളുടെ ഉൽപാദനം, സംരക്ഷണം, ജലപരിപാലനം, കളനിയന്ത്രണം എന്നിവയെക്കുറിച്ച് ഗവേഷണം നടന്നുവരുന്നു. കൂടാതെ എല്ലാ വർഷവും വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ പദ്ധതിയുടെ ഭാഗമായ നെൽകൃഷിക്ക് നേതൃത്വം വഹിക്കുന്നതും ഈ വിഭാഗമാണ്. വിവിധ ധാന്യവിളകൾ, കിഴങ്ങുവർഗ വിളകൾ, പയർവർഗ വിളകൾ, എണ്ണക്കുരുക്കൾ, തീറ്റവിളകൾ ഇവയുടെ എല്ലാം ഉൽപാദനം സുസ്ഥിരമാക്കാനുള്ള പരിപാലന മുറകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അധ്യാപനവും ഗവേഷണവും വിജ്ഞാന വ്യാപനവും വളരെ സ്തുത്യർഹമായ രീതിയിൽ തന്നെ ഈ വിഭാഗത്തിൽ നടന്നു വരികയാണ്. കൃത്യത കൃഷി, മണ്ണില്ല കൃഷി, ജൈവ കൃഷി, സംയോജിത കൃഷി തുടങ്ങി വിവിധ നൂതന കാർഷിക മേഖലകളിലുള്ള ഗവേഷണങ്ങളിൽ ഈ വിഭാഗം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ജൈവ കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാക്ഷ്യപത്രം കരസ്ഥമാക്കിയ ഒരു ജൈവ കൃഷിത്തോട്ടവും ഈ വിഭാഗത്തിലുണ്ട്. ഈ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു ഫോഡർ മ്യൂസിയവും IFSന്റെ ഒരു മാതൃകയും സംരക്ഷിച്ചു പോരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൈവിധ്യമാർന്നത് എന്ന് പേരുകേട്ട ക്രോപ്പ് മ്യൂസിയം ഈ വിഭാഗത്തിന്റെ അധീനതയിലാണ്. ഇവിടെ രാജ്യത്താകമാനമുള്ള വിവിധ കാർഷിക വിളകളെ കാലാവസ്ഥയ്ക്കനുസൃതമായി നട്ടുവളർത്തുന്നു. മണ്ണിലെ മൂലകങ്ങളുടെ തോത് വർദ്ധിപ്പിച്ച് അതുവഴി മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള വിവിധ ഗവേഷണങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന വിഭാഗമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ വിഭാഗം സോയിൽ മാപ്പിംഗ്, നീർത്തട പദ്ധതിയുടെ ആവിഷ്കരണം എന്നിവ നടപ്പാക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മണ്ണിനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു സോയിൽ മ്യൂസിയം ഈ വിഭാഗത്തിലുണ്ട്.
കൃഷിരീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുവാനും പരിശീലിപ്പിക്കുവാനുമായി ജൈവ സാക്ഷ്യപത്രം ലഭിച്ച് 2 ജൈവ ഫാമുകളുടെ മേൽനോട്ടം ഈ വിഭാഗം നിർവഹിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർക്കാർ തല ഏക അക്രഡിറ്റഡ് ലാബാണ് വെള്ളായണി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധന ലബോറട്ടറി. കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ ഭക്ഷ്യവസ്തുക്കളിലെ വിഷാംശ പരിശോധന നടത്തുന്നതിന് വേണ്ടി സർവകലാശാലയുടെ കീഴിൽ 4 ലാബറട്ടറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാബറട്ടറിയാണ് വെള്ളായണി കാർഷിക കോളേജിലുള്ള കീടനാശിനി വിഷാംശ ഗവേഷണ കേന്ദ്രം, പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിസർച്ച് ആൻഡ് അനലിറ്റിക്കൽ ലാബറട്ടറി. ഇതിന് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ലഭിച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണ് പുതിയ ലാബറട്ടറികൾ കോട്ടയത്തും തൃശ്ശൂരും കാസർഗോഡും ആരംഭിച്ചിട്ടുള്ളത്. ഈ 3 ലാബറട്ടറികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാനത്തെ കൃഷി വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുകൾ, ഈ 4 വകുപ്പുകൾക്ക് ആവശ്യമുള്ള സാങ്കേതിക സഹായം നൽകുന്നതിനും പൊതുജനങ്ങൾക്ക് അറിയേണ്ടതായ അവർ ദിവസവും കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലെ വിഷാംശം എത്രമാത്രം ഉണ്ടോ, ഇത് ആരോഗ്യത്തിന് ദോഷകരമാണോ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ ലാബറട്ടറി പ്രധാനമായിട്ടും നടക്കുന്നത്. സർവകലാശാലയുടെ മറ്റൊരു പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഇതെങ്ങനെ വിഷാംശം ലഘൂകരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു. നമ്മുടെ ഈ ലാബറട്ടറിയിൽ ഇവിടെ ഈ കാർഷിക കോളേജിൽ പഠിച്ച MSc, PhD വിദ്യാർത്ഥികളുടെ ഗവേഷണ ഫലമായിട്ടും സേഫ് ടു ഈറ്റ് പദ്ധതിയുടെ ഗവേഷണ ഫലമായിട്ടും നമുക്ക് ഉൽപ്പന്നങ്ങളിൽ നിന്നും വിഷാംശം മാറ്റുന്നതിനുള്ള വളരെ ലഘുവായ, അടുക്കളയിൽ തന്നെ ചെയ്യാവുന്ന വളരെ ലഘുവായ ചില മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുത്തു. ഇതിന്റെ ഫലമായിട്ട് ഒരു പ്രോഡക്റ്റ്, വിജീവാഷിനുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തിച്ച് ഇതിനുള്ള സാങ്കേതിക വിദ്യ കാർഷിക സർവകലാശാല ഉൽപാദകർക്ക് കൈമാറി. വെള്ളായണി കാർഷിക കോളേജിലെ വിവിധ വകുപ്പുകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു സമഗ്ര പ്രശ്ന പരിഹാര പരിപാടിയാണ് കർഷക സാന്ത്വനം. കേരളത്തിലെ കർഷകരുടെ കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർഷക സാന്ത്വനം പദ്ധതി വിഭാവനം ചെയ്തതും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇതിൽ കർഷകർക്ക് നേരിട്ട് എന്നെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്, ഇമെയിലിൽ കൂടി ബന്ധപ്പെടാം, വാട്സപ്പിൽ കൂടി ബന്ധപ്പെടാം. എന്തായാലും കർഷകർ അവരുടെ പ്രശ്നങ്ങൾ എന്നെ അറിയിക്കുമ്പോൾ ഞാൻ പരിഹാര മാർഗങ്ങൾ എൻ്റെ ലെവലിൽ തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഫോണിൽ കൂടെ തന്നെ പറയുകയും, അല്ല എനിക്ക് അവിടെ പോയി കണ്ട ശേഷം മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളെങ്കിൽ ഈ കോളേജിലെ വിദഗ്ധ സംഘത്തെ ഉൾപ്പെടുത്തി എത്രയും വേഗം ഒരു കൃഷിയിടം സന്ദർശിക്കുകയും അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ എഴുതി നൽകുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പ്രവൃത്തി. ഇതിനോടകം ഏതാണ്ട് 1200ഓളം കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഞങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയും അത് നല്ല രീതിയിൽ അതിനെ പരിഹാര മാർഗങ്ങൾ കാണുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇതിന്ന് കർഷകർക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു പദ്ധതിയായിട്ടാണ് നിലനിൽക്കുന്നത്. കൃഷിയിലെ യന്ത്രവൽക്കരണം, ജലസേചന മാർഗങ്ങൾ, ജലം, മണ്ണ് തുടങ്ങിയ പ്രകൃതി സ്രോതസ്സുകളുടെ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഗവേഷണം, അധ്യാപനം, പരിശീലനം എന്നിവയ്ക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന വിഭാഗമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. വ്യാപാരത്തിനായി അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു ഫാം പ്രവർത്തിച്ചു വരുന്നു. ഈ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ഏകദേശം 37 പശുക്കൾ, 15ഓളം ആടുകൾ, 16 പന്നികൾ, 450 കോഴികൾ എന്നിവയെ പരിപാലിക്കുന്നു. ഏൺ വൈൽ യു ലേൺ എന്ന പ്രോഗ്രാം വഴി വിദ്യാർത്ഥികൾ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി ഇവിടെ വിൽക്കുന്നുണ്ട്. മുട്ട വിരിയിപ്പിക്കാനുള്ള ആധുനിക രീതിയിലെ ഒരു ഹാച്ചറിയും ഇവിടെയുണ്ട്. ഈ ഫാമിൽ നിന്നുള്ള പാൽ മിൽക്ക് കൂപ്പൺ വഴി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ്. ജനിതക ലബോറട്ടറി ഉദ്ഘാടനം നാളെ. പോളി ഹൌസ് കൃഷിക്ക് KPCH1 സങ്കരയിനം കക്കിരി. വിശദമായ വാർത്തകളിലേക്ക്. മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് അപകട ഇൻഷുറൻസിൽ മാർച്ച് 31 വരെ അംഗത്വമെടുക്കാൻ അവസരം. പ്രീമിയം ഒരാളിന് 155 രൂപയാണ്. അപകട മരണത്തിനും അംഗവൈകല്യത്തിനും 5 ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കും. മത്സ്യത്തൊഴിലാളികൾ വികസന ക്ഷേമ സഹകരണ സംഘങ്ങൾ വഴിയാണ് അംഗത്വമെടുക്കേണ്ടത്. വിശദാംശങ്ങൾ മത്സ്യഫെഡ് ജില്ലാ ഓഫീസുകളിലും ക്ലസ്റ്റർ ഓഫീസുകളിലും ലഭിക്കും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഫെബ്രുവരി 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഇറച്ചിക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 273 2918. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് കന്നുകാലി വികസനത്തിനായി ആരംഭിക്കുന്ന ജനിതക ലബോറട്ടറി സെന്റർ ഫോർ അപ്ലൈഡ് ലൈവ് സ്റ്റോക്ക് ജീനോമിക്സിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിർവഹിക്കും. തിരുവനന്തപുരം കൊടപ്പനക്കുന്നിലാണ് ജനിതക ലബോറട്ടറി ആരംഭിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത KPCH1 എന്ന ഹൈബ്രിഡ് കക്കിരി ഇനം പോളിഹൌസ് കൃഷിക്ക് അനുയോജ്യമാണ്. 10 സെന്റ് വിസ്താരമുള്ള പോളിഹൌസിൽ നിന്ന് KPCH1 5 ടണ്ണോളം വിളവ് ലഭിക്കുന്നതായി കാണുന്നു. കടും പച്ചനിറത്തിലുള്ള കായകൾക്ക് 24 സെന്റിമീറ്റർ നീളവും 220 ഗ്രാം ശരാശരി തൂക്കവും ഉണ്ടാകും. കേരളത്തിലെ പോളിഹൌസുകളിൽ വ്യാപകമായി കാണുന്ന മൃദുചൂർണ്ണ പ്യൂപ്പിനോട് ഈ സങ്കരയിനം കക്കിരിക്ക് പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. KPCH1ന്റെ വിത്തുകൾ കാർഷിക സർവകലാശാലയിൽ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. 500 വിത്തിന് 525 രൂപ മണി ഓർഡറായി അയച്ചാൽ വിത്തുകൾ രജിസ്ട്രേഡായി അയച്ചു കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിലാസം: പ്രൊഫസർ ആൻഡ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒലറി കൾച്ചർ, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, വെള്ളാനിക്കര, തൃശൂർ. ഫോൺ നമ്പർ 0487 2438 482. കേരളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. പശ്ചിമഘട്ട നിരകളിലും ഉൾനാടൻ ജലാശയങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന വരാൽ, ചേറുമീൻ തുടങ്ങിയ നാടൻ മത്സ്യങ്ങൾ വംശനാശം നേരിടുന്നതായി കേരള സമുദ്ര പഠന സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. വംശനാശം നേരിടുന്നതും വാണിജ്യ പ്രാധാന്യമുള്ളതുമായ നാടൻ മത്സ്യ ഇനങ്ങളായ വരാൽ, കരിപ്പിടി, കൂരൽ, മഞ്ഞക്കൂരി, പരലുകൾ, ചോരക്കണിയാൻ, കുയിൽ, കാരി, മുഷി തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രജനന സാങ്കേതികവിദ്യ പ്രചരിപ്പിച്ചു വരികയാണ് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8400 രൂപ, കോഴിക്കോട് 8800, തൃശൂർ 8250. കൊപ്ര കൊച്ചി 5755, കോഴിക്കോട് 5850, തൃശൂർ 5760. കുരുമുളക് അൺഗാർബിൾ 60500, ഗാർബിൾ 63500. ചുക്ക് മീഡിയം 16750, ബെസ്റ്റ് 18250. മഞ്ഞൾ സേലം 11100, മഞ്ഞൾ ഈറോഡ് 11300. അടയ്ക്ക പഴയത് 25500-നും 26500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 8800, RSS 4ാം ഗ്രേഡ് 9150. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 8800, RSS 4ാം ഗ്രേഡ് 9100 രൂപ.
കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 8400 രൂപ, കൊപ്ര 5755, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100, റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾ 60500, ഗാർബിൾ 63500. ചുക്ക് മീഡിയം 16750, ബെസ്റ്റ് 18250, അടയ്ക്ക പുതിയത് 20000-നും 22500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180-നും 220-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380-നും 400-നും മധ്യേ. ജാതിപത്രി 650-നും 925-നും മധ്യേ. ഗ്രാമ്പു 775. റബ്ബർ RSS 5ാം ഗ്രേഡ് 8800, RSS 4ാം ഗ്രേഡ് 9100, ഒട്ടുപാൽ 6000, ലാറ്റക്സ് 7400 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യയിൽ നിന്ന് കുരുമുളകിന് ആവശ്യക്കാരെത്തി. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഗാർബിൾഡ് കുരുമുളകിന് 63500 വരെ നൽകി. കൂർഗിൽ നിന്നുള്ള പുതിയ മുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ഈസ്റ്റർ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കുരുമുളക് അന്വേഷണം നടത്തി. വരണ്ട കാലാവസ്ഥ മൂലം മലനിരകളിൽ ഏലക്ക ഉൽപ്പാദനം ഡിസംബറിനെ അപേക്ഷിച്ച് ചുരുങ്ങി. വലിപ്പം കൂടിയ ഇനങ്ങളുടെ വരവ് കുറഞ്ഞതോടെ നിരക്കുയർത്താൻ വാങ്ങലുകാർ ഉത്സാഹിച്ചു. മണ്ടൻമേട്ടിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 781 രൂപയിലും ശരാശരി ഇനങ്ങൾ 548 രൂപയിലുമാണ്. കൊപ്രയാട്ടു മില്ലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ഉയർന്നില്ലെങ്കിലും എണ്ണവിലയിൽ നേരിയ മുന്നേറ്റം. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നു. അവധി വ്യാപാരത്തിൽ റബ്ബർ വിൽപ്പന സമ്മർദ്ദത്തിലാണ്. മുഖ്യ വിപണികളിൽ ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള പിന്തുണ ശക്തമല്ല. 4ാം ഗ്രേഡ് 9150 രൂപയിൽ കൈമാറി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 26.1. കൊച്ചി 33, 24.2. ആലപ്പുഴ 36.7, 24. പുനലൂർ 36.8, 23. തിരുവനന്തപുരം കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.